ഹലോ ഗായ്സ്, വെൽക്കം ടു ലൈഫ് ആൻഡ് ഫുഡ്. നമുക്ക് ഇന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? നമ്മൾ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, നമുക്കൊന്ന് ട്രൈ നോക്കാം. ഓക്കെ, ഫസ്റ്റ് വി നീഡ് അരമണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെച്ച ജീരകശാല അരി. നെക്സ്റ്റ് ഐ മെയ്ഡ് എ പേസ്റ്റ് ഓഫ് ഉള്ളി, വെളുത്തുള്ളി ആൻഡ് ഇഞ്ചി. അടുത്തതായി മിൻ ലീവ്സ് അഥവാ പുതിനയില ഇടിച്ച് പരത്തിയത്. ഇത്രയായ പിന്നെ ഒന്നും നോക്കരുത്, പാൻ എടുത്ത് അടുപ്പിലേക്ക് വെച്ചേക്കണം. വെൻ യുവർ ബിരിയാണി ചമ്പ് ഈസ് ഹീറ്റഡ്, കുറച്ച് എണ്ണ, കുറച്ച് നെയ്യ് ആവശ്യത്തിനെടുത്തോളൂ. ഞാൻ എൻ്റെ ആവശ്യത്തിനെടുക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനെടുത്തോളൂ. എന്നിട്ട് ഹീറ്റ് ദ പാൻ. കേരള സ്പൈസസ് ഇല്ലാണ്ട് എന്ത് ബിരിയാണി? ഏലക്ക, ക്ലോവ്സ്, തടി എന്ന് ഞാൻ വിളിക്കുന്ന സിനമൺ സ്റ്റിക്ക്, പിന്നെ ബേ ലീവ്സ്, പിന്നെ സ്റ്റാറും. അപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങ് ചൂടാക്കിയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ 2 സ്റ്റെപ്പ് വെച്ചോളൂ. നമ്മുടെ ചെമ്പ് ചൂടായി വരുമ്പോഴേക്കും ഞാൻ കരഞ്ഞരിഞ്ഞ കുറച്ച് സവാള ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഈ സവാളയും ഞാനും പണ്ടേ ചേരില്ല. ഉപ്പിട്ടാൽ സവാള വേഗം വരളുമെന്നാണല്ലോ, സോ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ കരഞ്ഞ് തളർന്ന് വരണ്ട് വന്ന സവാളയിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് കീറിയതിട്ട് കൊടുക്കാം. അങ്ങനെ ഇവന്മാരെല്ലാം കൂടി ഇങ്ങനെ ഇളക്കി വരട്ടിയ ശേഷം നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി ആൻഡ് ഉള്ളി പേസ്റ്റും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് ഏതാണ്ട് ഒരു നല്ല മണമൊക്കെ വന്ന് തുടങ്ങും. ഇതൊരു ബ്രൗൺ കളറാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച തക്കാളിയൊക്കെ ഇട്ട് നല്ല പേസ്റ്റ് പരുവത്തിലാക്കി പച്ചമണം മാറി വരുമ്പോൾ നേരത്തെ ഇടിച്ച് വെച്ച പുതിന ലീവ്സ്, കൊറിയാൻഡർ ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇപ്പം ആകെ മൊത്തം ഒരു പച്ചപ്പ് ഹരിതാപയ്ക്കായില്ലേ. നൗ ഈസ് ദ ഗെയിം ചേഞ്ചിങ് മൊമെൻറ്റ്. കുറച്ച് മുളക് പൊടി ആവശ്യത്തിന്, പിന്നെ ബിരിയാണി മസാല ഉള്ളവർ ബിരിയാണി മസാല, അതില്ലാത്തവർ ഗരം മസാല ആണെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്ക് കഴിഞ്ഞ് കുറച്ച് നാരങ്ങാനീരും കുറച്ച് തൈരും കൂടെ ചേർത്തോളുക. ഇവന്മാർ മിക്സായി വരുമ്പോൾ നല്ല മണം വരും. അപ്പോൾ ഒന്നും നോക്കാതെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ അങ്ങോട്ട് ഇട്ടിട്ട് ശരിക്കും അങ്ങോട്ട് ഇളക്കുക. ഇളക്കലാണ് ഇതിൻ്റെ ഒരു മെയിൻ. ഇളക്കൽ കഴിഞ്ഞെങ്കിൽ കുറച്ച് നേരം നമുക്ക് ഇവനെ ഒന്ന് വേവിച്ചാലോ. ഒരു 3 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം തുറന്ന് വേകാൻ വേണ്ടിയുള്ള വെള്ളവും ഒഴിച്ച് ഇവനെ അങ്ങ് ഇളക്കി കൊടുക്കുക. ആ സൈഡിലിരുന്ന് തിളയ്ക്കുന്നത് എൻ്റെ ബിരിയാണിക്കകത്തിടാനുള്ള മുട്ടയാണ് കേട്ടോ. ഹൗ ക്യാൻ വി കോൾ എ ബിരിയാണി വിത്തൗട്ട് ആൻ എഗ്? വൺസ് ദ ചിക്കൻ ഈസ് ബ്ലും ആയി കഴിയുമ്പോൾ, തിളച്ച് കഴിയുമ്പോൾ ചാറ് വറ്റിച്ച് ചോറിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഐ യൂസ് 6 cups ഓഫ് വാട്ടർ ഫോർ 3 cups ഓഫ് റൈസ്. വൺസ് ദി വാട്ടർ തിളച്ച് കഴിയുമ്പോൾ പുട്ട് ദി റൈസ് ഓൾസോ. ബിരിയാണി റെഡി ആവാറായി. ഈ റൈസ് ഒന്നിട്ട് ഒരു 15 to 20 മിനിറ്റ്സിൽ വെന്ത് വന്നു കഴിഞ്ഞാൽ നല്ല ചൂട് ബിരിയാണി കിട്ടും. പിന്നെ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കാൻ മറക്കണ്ട. ലൈക്ക് ഐ സെഡ് ബിഫോർ, ഇളക്കലാണ് ഇതിൻ്റെ മെയിൻ. അങ്ങനെ അടി പിടിക്കാതെ ബിരിയാണി ഇളക്കിയതാ ഇതുപോലെ വെന്ത് കിട്ടിയാൽ നിങ്ങളുടെ ബിരിയാണിയും നിങ്ങളും രക്ഷപ്പെട്ടു. ബൈ ദ വേ, എൻ്റെ മുട്ടതാ ഇങ്ങനെ കിട്ടിയിരിക്കുകയാണ്. നോർമലി ഉണ്ടാക്കുമ്പോൾ ആക്സിഡൻറ്റ് പറ്റിയ പോലെ ആണെങ്കിലും ഇത്തവണ ശരിയായി. ഇനി എൻ്റെ പ്രൊഫഷണലിസം കാണിക്കാനുള്ള ടൈമാണ്. മുട്ടയെ വെച്ച് ബിരിയാണി ഞാൻ ഇതുപോലെ സെറ്റാക്കി എടുത്തു. വാവ്, ദാറ്റ്സ് സം യമ്മി ഗുഡ് സ്റ്റഫ് എന്ന് ഞാൻ പറയും. അപ്പോൾ പാലക്കാടൻ റാവുത്തർ ബിരിയാണി വേണ്ടവർ വേഗം പോയി ഉണ്ടാക്കിക്കോളി. ബൈ ബൈ.